നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ ഒക്കെ മന്ത്ലി വരുന്ന ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് എങ്ങനെ അവർ വരുന്നതിന് തന്നെ മുമ്പ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് നമ്മുടെ വീട്ടിൽ വന്ന് റീഡിങ് ചെയ്തു പോയി, ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ റീഡിങ്ങിൽ മാറ്റം വന്നിട്ടുണ്ടാവാം. എത്ര യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ചു അല്ലെങ്കിൽ നമ്മൾ എത്ര രൂപയുടെ കറണ്ട് ആ ഒരാഴ്ചക്കുള്ളിൽ സമയം കൊണ്ട് നമ്മൾ ഉപയോഗിച്ചു എന്ന് നമുക്കിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കാം. അതിനുള്ള ചെറിയ ഒരു ആപ്ലിക്കേഷനും അതിൻ്റെ ഒരു വീഡിയോയുമാണ് നിങ്ങളുമായിട്ട് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ തരുന്ന ലിങ്കിൽ നിന്നും KCB ബിൽ കാൽക്കുലേറ്റർ എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ഇതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അക്സെപ്റ്റ് എന്നുള്ള ഭാഗം കൊടുത്ത് ഇതിൻ്റെ ലൈസൻസ് എഗ്രിമെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഇങ്ങനെയാണ് കാണുവാൻ സാധിക്കുക, ബിൽ കാൽക്കുലേറ്റർ സർവീസസ് സെറ്റിംഗ്സ്. അപ്പോൾ ബിൽ കാൽക്കുലേറ്റർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 4 കാറ്റഗറികൾ നിങ്ങൾക്ക് കാണാം. സിംഗിൾ ഫേസ്, സെലക്ട് താരിഫ്, കൺസപ്ഷൻ, കാൽക്കുലേറ്റർ. ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ മുന്നേ തന്നിരിക്കുന്ന നിങ്ങൾക്ക് അവർ അംഗീകൃതമായി തന്നിരിക്കുന്ന ബില്ലിൽ തന്നെ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതായത് നിങ്ങളുടെ ലൈൻ സിംഗിൾ ഫേസ് ആണോ അല്ല 3 ഫേസ് ആണോ എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ബില്ലിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് തന്നെ കാണുവാൻ സാധിക്കും, ആദ്യം തന്നെ കാണുവാൻ സാധിക്കും. സിംഗിൾ ഫേസ് ആണ് അത്. ശേഷം സെലക്ട് താരിഫ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ബില്ലിൽ മുന്നേയുള്ള ബില്ലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ താരിഫ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് LT1A എന്നുള്ള ഭാഗമാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ശേഷം കൺസപ്ഷൻ എന്നുള്ള ഭാഗമാണ്. കൺസപ്ഷൻ എന്നുള്ള ഭാഗം എന്നുള്ള നിങ്ങൾ മുന്നേ റീഡ് ചെയ്തിരിക്കുന്നതിൽ നിന്നും ഇപ്പോൾ എത്രയായിരിക്കുന്നു എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പം മുന്നേ ഈ മാസം കഴിഞ്ഞ ആഴ്ച വീട്ടുകളിൽ വന്ന് എൻ്റെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ വന്നു റീഡിങ് ചെയ്തു. ആ സമയത്ത് ഉണ്ടായിരുന്നത് 10,000 ആണ്, മീറ്ററിൽ കാണിച്ചിരിക്കുന്നത് 10,000 ആണ്. എന്നാൽ ഇപ്പോൾ അത് ഒരു 10,300 ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് 10,150 ആയിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന യൂണിറ്റ് എന്നുള്ളത് 150 ആണ്. അതായത് നിങ്ങൾക്ക് കഴിഞ്ഞ തവണ റീഡ് ചെയ്തതിൽ നിന്നും പ്ലസ് ചെയ്ത് കിട്ടുന്നത് എത്രയാണോ അതാണ് നിങ്ങളുടെ റീഡിങ്. അത് നിങ്ങളുടെ എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് ചെയ്ത് കൊടുത്തും ചെയ്യുക. ശേഷം കാൽക്കുലേറ്റ് എന്നുള്ള 4ാമത്തെ ഓപ്ഷൻ യൂസ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെയായിട്ട് നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആ അത്രയും സമയത്ത് ഉപയോഗിച്ചിരിക്കുന്ന എനർജി അല്ലെങ്കിൽ ബില്ലിൻ്റെ വൈദ്യുതിയുടെ ബില്ല് എത്രയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഇന്നത്തെ ദിവസമാണ് നിങ്ങൾക്ക് ഒരു റീഡിങ്ങിന് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതായിരിക്കും അവർ തീർച്ചയായും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബില്ല്. ഞാൻ 1-2 ബില്ലുകൾ നോക്കി ചെക്ക് ചെയ്ത് പൂർണ്ണമായിട്ടും വർക്കാണ് എന്ന് ഉറപ്പ് വരുത്തിയ ഒരു ആപ്ലിക്കേഷൻ. ഇനി അടുത്തതായിട്ട് ഇതിനകത്തുള്ള ഒരു ഓപ്ഷൻ എന്നുള്ളത് സർവീസസ് എന്നുള്ള ഭാഗമാണ്. സർവീസസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് പേ ഓൺലൈൻ എന്നും വ്യൂ LT ബിൽ എന്നും KCB ഹെൽപ്പ് ലൈനുകൾ, അതുപോലെ റിപ്പോർട്ട് തെഫ്റ്റ്, പ്ലേ ഡെമോ എന്നീ ഭാഗങ്ങളൊക്കെ കാണാം. അതിൽ പേ ഓൺലൈൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ബ്രൗസർ നിങ്ങൾ സെലക്ട് ചെയ്ത ശേഷം അവരുടെ KCBയുടെ ആയിട്ടുള്ള ഒഫീഷ്യൽ പേജിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. KCBയുടെ സെൽഫ് സർവീസ് പേജിലേക്കാണ് ഇപ്പോൾ പോവുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വൈദ്യുതി ബില്ല് അടക്കുന്നതിനുള്ള സൗകര്യമാണ്. അതിനായിട്ട് ഇലക്ട്രിക് സെക്ഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ സെക്ഷൻ നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കും. നിങ്ങളുടെ ബില്ലിൽ തന്നെ ഈ കാണുന്ന ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം എൻ്റെ സെക്ഷൻ വരുന്നത് ചാലോഡ് ആണ്, ഞാൻ അത് കൊടുത്തു. പക്ഷേ കൺസ്യൂമർ നമ്പർ എന്നുള്ളത് സെക്ഷൻ്റെ തൊട്ട് താഴെയായിട്ടും നിങ്ങൾക്ക് കാണാം. കൺസ്യൂമർ നമ്പർ എന്ന രീതിയിൽ ഒരു 4 അക്ക നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ 5 അക്ക നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേ ബിൽ നമ്പർ എന്നുള്ള ഭാഗത്ത് അതും നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണുവാൻ സാധിക്കും. അതായത് താരിഫിൻ്റെയും ഫേസിൻ്റെയും താഴെയായിട്ട് ബിൽ നമ്പർ നിങ്ങൾക്ക് കാണാം. അവർ തന്നിരിക്കുന്ന ബിൽ നമ്പർ എത്രയാണോ അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം സബ്മിറ്റ് ചെയ്ത ബിൽ എന്നുള്ള ഭാഗം കൊടുത്ത് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് ബില്ലടക്കുവാൻ സാധിക്കുന്നതാണ്. പിന്നെ KCB ഹെൽപ്പ് ലൈനാണ്. കൺഫേം ഫോൺ കോൾ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് KCBയുടെ ഹെൽപ്പ് ലൈനിലേക്ക് കോൾ ചെയ്യാനുള്ള സൗകര്യം. ഇതുപോലുള്ള ഒരുപാട്. പിന്നെ റിപ്പോർട്ട് തെഫ്റ്റ് എന്നുള്ള ഭാഗമാണ്. അതും നിങ്ങൾക്ക് നിങ്ങളുടെ വൈദ്യുതി ആരെങ്കിലും മോഷ്ടിക്കുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുവാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക.